നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എനിക്ക് പേഴ്സണലി ഒരു ഡീസൻറ്റ് വൺ ടൈം വാച്ച് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അഥവാ ഇനിയും മച്ച് ബെറ്റർ ആക്കാമായിരുന്നു. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒട്ടും അവർ മോശമാക്കിയിട്ടില്ല. എനിക്ക് ഒരു തുടക്കം മുതൽ അവസാനം വരെ ജോളിയായിരുന്നു എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന, വലുതായി ഒന്നും ബോറടിക്കാത്ത ഒരു പടമായിട്ടാണ് എനിക്ക് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് ഫീൽ ചെയ്തത്. ആദ്യം തന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങാം. എടുത്തു പറയേണ്ടത് മേക്കിങ്ങും മ്യൂസിക്കുമാണ്. എൻ്റെ അറിവിൽ ഈ ഒരു പടം ഒരു വൻ ബഡ്ജറ്റോടെ ഇറക്കിയ ഒരു സിനിമയൊന്നുമല്ല. ആ ഒരു സ്റ്റാൻഡ് പോയിന്റ് തന്നെ നോക്കുമ്പോൾ ബഡ്ജറ്റ് അവർ നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തത്. ബിക്കോസ് വിഷ്വലി ആണെങ്കിലും ഓഡിയോ വൈസ് ആണെങ്കിലും പടം കിഡിലനാണ്, ടോപ്പ് നോച്ച് ആണ്. നല്ലൊരു പ്രൊജക്ഷനും നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കും. ബിക്കോസ് അതിലുള്ള വക പടത്തിലുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയേണ്ടത്, ഈ ഒരു ആനിമേഷൻ പരിപാടി ഈ സിനിമയിൽ അവർ സെക്കൻഡ് ഹാഫിൽ ചെയ്യുന്നുണ്ട്. അത് ആണെന്നുള്ള കാര്യം എന്തായാലും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് കുറച്ച് വിയേർഡായിരുന്നു. കാരണം ചിലതൊക്കെ കണ്ടപ്പോൾ ജിബ്ലി ഇല്ലേ നമ്മുടെ, അതിൻ്റെ പരിപാടികളൊക്കെ പോലെ ഫീൽ ചെയ്തു. അത് കുറച്ച് വിയേർഡായിരുന്നു. പിന്നെ അതെന്താ വിഷ്വൽ എഫക്ട്സ് പരിപാടികളൊക്കെ നൈസായിരുന്നു. അങ്ങനെ മേക്കിംഗ് വൈസ് പടം കിടിലനായിരുന്നു. അവർ ആനിമേഷൻ സീൻ മാത്രം ഇച്ചിരി വിയേർഡായി തോന്നി. ബിക്കോസ് ഭയങ്കര ഓബ്വിയസ് ആണ് അത് ആണെന്ന്. അതുപോലെ ആ ജിബ്ലി പരിപാടികളൊക്കെ. ബട്ട് അത് അല്ലെങ്കിൽ ഞാൻ സത്യം പറയാലോ ഗംഭീര വർക്കാണ് കേട്ടോ, ഇമ്പ്രസീവ് വർക്കാണ്. ബട്ട് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പടത്തിൻ്റെ മ്യൂസിക്, കിഡിലൻ മ്യൂസിക്. ഇലക്ട്രോണിക് മ്യൂസിക് ആണെങ്കിലും നമ്മുടെ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻസും ഇലക്ട്രോണിക് മ്യൂസിക്കിൻ്റെ കുറേ ബ്ലെൻഡ് പരിപാടികളൊക്കെ ഉണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് വരെ ഓർമ്മ വന്നു പോയി. അഥവാ ആ ഒരു ലെവലിലുള്ള പരിപാടിയില്ല, ബട്ട് അതേ ഒരു ഫീലും സ്റ്റൈലും തരുന്ന ഒരു മ്യൂസിക്. അങ്ങനെ മ്യൂസിക് വൈസ് പടം കിടിലായിരുന്നു. പിന്നെ പെർഫോമൻസുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ മാത്യു തോമസിൽ തന്നെ തുടങ്ങാം. ചില ഭാഗങ്ങളിൽ മാത്യു എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അഥവാ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചില ഇമോഷണൽ പരിപാടികളാണെങ്കിലും ഹ്യൂമർ പരിപാടികളാണെങ്കിലും ഡയലോഗ് ഡെലിവറിയൊക്കെ ആണെങ്കിലും. ബട്ട് അതേപോലെ തന്നെ ചില ഭാഗങ്ങളിൽ ചെറുതായിട്ട് ഓവർ ആക്ട് ചെയ്യണ പോലെ ഫീൽ ചെയ്തു. അഥവാ ആ ഒരു ക്യാരക്ടർ എന്ന് തന്നെ പറയുന്ന ഒരു കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് കുറേ ഭാഗങ്ങളിലൊക്കെ അത് ആക്ച്വലി ആപ്റ്റ് ആയിരുന്നെങ്കിൽ പോലും ചില ഭാഗങ്ങളിൽ നമുക്ക് എന്താ പറയുക, ഒരു ലിമിറ്റ് കടന്നു പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു മീറ്റർ കൈവിട്ട് പോയ പോലെ ഫീൽ ചെയ്തു ചെറുതായിട്ട്. അതൊന്ന് പോളിഷ് ചെയ്തെടുത്താണെങ്കിൽ എനിക്ക് ഗംഭീരമായിരുന്നു. ബട്ട് സ്റ്റിൽ മോശമൊന്നും ആക്കിയിട്ടില്ല, കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ മാത്യു തോമസ് ചെയ്തു. അതുപോലെ നമ്മുടെ ശരത് സഭ ആൻഡ് റോഷൻ ഷാനവാസ്, രാജേഷ് ആൻഡ് കണ്ണൻ ഈ പടത്തിലെ ഇവർ രണ്ടെണ്ണമാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഈ പടത്തിലെ ഹൈലൈറ്റ്. കിഡിലൻ പെർഫോമൻസ് രണ്ടെണ്ണം, കിഡിലൻ ക്യാരക്ടേഴ്സും സൂപ്പറായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവർ രണ്ടെണ്ണം. അതുപോലെ അബു സലീം ഉണ്ട്, റോണി ഡേവിഡ് ഉണ്ട്. അവരൊക്കെ കുറച്ച് സ്ക്രീൻ ടൈം ഉള്ളൂ, ബട്ട് അവർ കിട്ടിയ റോൾ നല്ല കിഡിലനായി ചെയ്തു. മീനാക്ഷി ഉണ്ണികൃഷ്ണൻ നന്നായിരുന്നു. അങ്ങനെ പെർഫോമൻസ് വെച്ച് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആരും മോശമൊന്നും ആക്കിയിട്ടില്ല. ആൻഡ് ഈ പടത്തിൻ്റെ ഒരു മെയിൻ നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് വളരെ ജിനേറിക് ആയിട്ടുള്ള, വളരെ ക്ലീഷേ ആയിട്ടുള്ള ഒരു സ്റ്റോറി പാറ്റേണുമാണ് പടത്തിൻ്റെ. നമുക്ക് ഭയങ്കര പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടികളൊക്കെ തന്നെയാണ്. അങ്ങനെ ഒന്നും അൺപ്രഡിക്റ്റബിൾ ആയിട്ടില്ല. അത് എടുത്തു വെച്ചിരിക്കുന്ന രീതിയാണെങ്കിലും അവർ ചെയ്ത ഹ്യൂമർ പരിപാടികളാണെങ്കിലും സീനുകളാണെങ്കിലും അതിലൊന്നും ഒരു പുതുമയില്ല. അഥവാ ഇങ്ങനെ മേക്കിംഗ് കണ്ട് മ്യൂസിക്കും കേട്ട് നല്ല ഇങ്ങനെ പെർഫോമൻസ് ഒക്കെ കണ്ട് ഇടയ്ക്കറി വരുന്ന ചെറുതായി ചിരിക്കാനുള്ള പരിപാടി കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് കാണുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പുതുമ തരുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സംതിങ് ഡിഫറെൻറ്റ് അങ്ങനെ ഈ പടത്തിലൊന്നുമില്ല. അതുപോലെ ഈ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് നല്ല ലെങ്തി ഫീൽ ആയിരുന്നു. ഐ തിങ്ക് ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് 1 മണിക്കൂറിൽ താഴെയാണ്. അത് ശരിക്കും നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ജെനുവൻലി ലെങ്ത്ത് കൂടിയ പോലെ ഉണ്ടായിരുന്നു. അത് കാരണം അവസാനമൊക്കെ എത്തുമ്പോൾ ചെറുതായിട്ട് ലാഗും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അഗൈൻ ബോറടിച്ച് ചത്തു എന്നല്ല, ബട്ട് ലാഗ് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൻ്റെ അവസാനമൊക്കെ എത്തുമ്പോൾ. ബട്ട് അഗൈൻ ഇതൊക്കെ പറയുമ്പോൾ പോലും ഇതൊരിക്കലും ഒരു മോശം സിനിമയല്ല, പോരായ്മകളുണ്ട്. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഈ ഒരു സിനിമയിലൂടെ ഒരു ഭയങ്കര പൊട്ടൻഷ്യലുള്ള ഒരു വേൾഡും ക്യാരക്ടേഴ്സ് അവർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഈ ഒരു വേൾഡിൽ ഇനിയും പുതിയ സിനിമകൾ ഇറക്കാം ഈ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട്. സ്പിൻ ഓഫ് മൂവീസും സീക്വൽസും പരിപാടി ഇതിനെ ഒരു നെല്ലിക്കാമ്പൊയിൽ ഫ്രാഞ്ചൈസ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ബിക്കോസ് അതിനുള്ള സ്റ്റഫ് ഈ സിനിമയിലൂടെ അവർ എന്തായാലും എടുത്തു വെച്ചിട്ടുണ്ട്. ബട്ട് അത് വരികയാണെങ്കിൽ വരട്ടെ. ഐ ആം ഡെഫിനറ്റ്ലി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ ബിക്കോസ് അഗൈൻ പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ഒരു വേൾഡും ഈ ഒരു ക്യാരക്ടേഴ്സിനും. ബട്ട് ഫോർ നൗ ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് എ ഡീസൻറ്റ് വൺ ടൈം വാച്ച് ഇൻ മൈ ഒപ്പീനിയൻ. ബട്ട് അതാണ് എൻ്റെ ഒപ്പീനിയൻ ഓൺ നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.